ഇതിനിടെ അവളുടെ കൈ മുറിയുകയും ചോര അവിടെ മുഴുവൻ പടരുകയും ചെയ്യുന്നു. പെട്ടെന്ന് ഒരു മുതല പൊങ്ങി വരികയും അവളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് കാണുന്ന ജോൺസൺ ഉടൻ തന്നെ വെള്ളത്തിലേക്ക് എടുത്തു ചാടുകയും അവളെ അവിടെ നിന്നും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ജോൺസൺ അവളെ രക്ഷിച്ച് ബോട്ടിനടുത്ത് എത്തിക്കുകയും ഇതോടെ മുതല ജോൺസനെ ആക്രമിക്കാൻ വരികയും ചെയ്യുന്നു. ജോൺസൺ അതിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം കൊണ്ട് ബോട്ടിന്റെ ഡ്രൈവർ തോക്കെടുത്തുകൊണ്ട് വരികയും ശേഷം മുതലയെ വെടിവെക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ജോൺസൺ മുതലയുടെ മുകളിൽ കയറുകയും കത്തിവെച്ച് അതിനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഡ്രൈവർ വെടിവെക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് കഴിയുന്നില്ല. കുറെ നേരം അവൻ മുതലയോടൊപ്പം പോരാട്ടം നടത്തുകയും ഒടുവിൽ മുതല അവനെയും കൊണ്ട് വെള്ളത്തിനടിയിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇതോടെ അവനെ കാണാതെ ബോട്ടിലുള്ളവരെല്ലാം വിഷമിച്ചു നിൽക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് ജോൺസൺ വെള്ളത്തിൽ നിന്നും മുകളിലേക്ക് പൊങ്ങി വരികയും ശേഷം മുതലയുടെ പുറത്തു നിന്നും കത്തിയും ഊരിയെടുത്ത് ബോട്ടിലേക്ക് കയറുകയും ചെയ്യുന്നു. അങ്ങനെ അവർ രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിൽ നിൽക്കുകയും ശേഷം അവിടെ നിന്ന് യാത്ര തുടങ്ങുകയും ചെയ്യുന്നു. പെട്ടെന്ന് ചത്തുകിടന്ന മുതലയെ എന്തോ വെള്ളത്തിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്നു.